വേണ്ട ഒന്നും വേണ്ട. ഇതുവരെ ആരും ഒന്നും വിളിച്ച് പറഞ്ഞില്ലല്ലേ, വിളിച്ച് ചോദിച്ചില്ലേ, വീട്ടിൽ വന്നില്ലേ? എന്നെ മോനെ കൊന്നില്ലേ അവിടെ വെയിലുണ്ട് ചേട്ടാ. ഫോണ് ഒന്ന് കുറച്ച് എന്റെ മോനെ തരേ എൻ്റെ മകനെ തരൂ എന്ന് ആ പിതാവ് നിലവിളിക്കുകയാണ്. മകൻ ഒരു തുള്ളി വെള്ളം അവസാനമായി കൊടുക്കാത്ത കോളേജ് അധികൃതർ നീട്ടുന്ന വെള്ളം വേണ്ട, തൻ്റെ വീട്ടിലേക്ക് വരാത്തവരുടെ വെള്ളം തനിക്ക് വേണ്ട എന്ന ആ പിതാവ് ഉള്ളുനീറി പറയുകയാണ്. അയ്യോ, എനിക്കെന്നെ കാണണ്ടേ. ഹലോ ഹൃദയം പിളർക്കുന്ന കാഴ്ചയാണ്. നിതിൻ രാജിൻ്റെ പിതാവ് നിതിൻ രാജ് പഠിച്ച കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിൽ എത്തിയിരിക്കുന്നു. മകനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആ സ്ഥലം കണ്ട് തളർന്ന് അവശനായി ആ പിതാവിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത മകനെ കൊന്നതാണെന്ന് ആ പിതാവ് നിലവിളിച്ചു പറയുകയാണ്. പ്രിൻസിപ്പലിന്റെ റൂമിൽ കൊണ്ടിട്ടാ മതി, അവരുടെ ഡ്രസ്സും എല്ലാം അവിടെ അല്ലേ അവരെ കൊലപാതക വിചാരണ ചെയ്ത് അവിടെ കൊണ്ടിട്ട് മതി. വേണ്ട എനിക്കൊന്നും വേണ്ട. അവനെ തന്നോ, അവനെ മാത്രം മതി, അവനെ മാത്രം മതി, ഒന്നും വേണ്ട. ആ പ്രിൻസിപ്പാലിന് കൊണ്ട് കൊടുത്താൽ മതി എൻ്റെ മോൻ്റെ സാധനങ്ങൾ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടേ. പിന്നെ അത് കാണാൻ എനിക്ക് താങ്ങാൻ പറ്റില്ല. അയ്യോ, ആ 5 പേർക്കായിട്ടൊക്കെ വീതിച്ചു വിടാം. അതിനകത്ത് വിചാരണ ചെയ്തോണ്ടായിരിക്കും. എനിക്കൊന്നും വേണ്ട. അയ്യോ, സംഗീത നമ്പ്യാരും എല്ലാവരും കൂടെ എൻ്റെ മോനെ കൊന്നില്ലേ. അയ്യോ, നിതിൻ രാജിൻ്റെ പിതാവ് രാജൻ ഹൃദയം പൊട്ടി നിലവിളിക്കുകയാണ് അവിടെ. അവനെ കണ്ടെല്ലാം ചെയ്യും. ഞാൻ കാണില്ല, വേണ്ട, എനിക്ക് അവനെ കാണണ്ട. ഇല്ല, അവനെ കാണണ്ട. എൻ്റെ മോനെ കൊന്നവനാണ് അവൻ. എനിക്ക് അവനെ എന്നെ പ്രിൻസിപ്പലിനെ കാണിക്കണ്ട, പ്രിൻസിപ്പലിനെ കാണിക്കണ്ട. എൻ്റെ മോനെ കൊന്നവനാണ് അവൻ. പ്രിൻസിപ്പലിനെ കാണേണ്ടതില്ല, മകനെ കൊന്നയാളാണ് എന്ന് ആ പിതാവ് പറയുന്നു. മകൻ്റെ വസ്ത്രങ്ങൾ താൻ തിരിച്ചു കൊണ്ടുപോകുന്നില്ല. അതാ കമലിനെ എന്നെ കാണിക്കണ്ടേ, കൊണ്ടുപോകാൻ ശരിയല്ല. എല്ലാവരും കൊന്നത് ഞാൻ വരൂല. ആ കൊന്നേ ഇല്ല, ആ കമലിനെ കൊണ്ടുപോകാൻ വരൂല. അവരൊക്കെയാണ് എൻ്റെ മോനെ കൊണ്ടുവരാൻ പറഞ്ഞത്. ഞാൻ വരൂല, ഞാൻ വരൂല. എൻ്റെ മോനെ കൊന്നവനാണ് മോൻ്റെ ഡ്രസ്സല്ല അവനെ കൊടുക്കുക, അവനെ കൊടുക്കുക, അവന് തികയിട്ട്, അവന് തികയിട്ട്. ഞങ്ങൾ കണ്ടു വന്നിട്ട് ബൈറ്റ് തരാം. BDS വിദ്യാർത്ഥി നിതിൻ രാജിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആ സ്ഥലം ഉൾപ്പെടെ സന്ദർശിച്ച ശേഷം പിതാവ് രാജൻ അവിടെ നിന്ന് മടങ്ങുകയാണ്. ഹൃദയം പിളർക്കുന്ന രംഗമാണ് കണ്ണൂർ അഞ്ചരക്കണ്ടി BDS കോളേജിൽ നിന്ന് ഡെൻ്റൽ കോളേജിൽ നിന്ന് നൽകാനുള്ളത്. മകൻ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന്
ആ മകൻ ഡോക്ടറായി വരും, പഠനത്തിലൊക്കെ മികവ് കാട്ടിയിരുന്ന ആ മകൻ ഡോക്ടറായി വരുമെന്ന പ്രതീക്ഷയോടെ ഇരുന്ന ആ പിതാവിൻ്റെ മുന്നിലേക്ക് മരിച്ച നിലയിലാണ് മകൻ്റെ മൃതദേഹം എത്തിയത്. എത്ര അധിക്ഷേപങ്ങൾ നിതിൻ രാജ് സഹിച്ചിരുന്നു, കേട്ടിരുന്നു എന്നതൊക്കെ പിന്നീട് പുറത്തു വന്ന കാര്യങ്ങളാണ്. ആ പിതാവിന് സഹിക്കാൻ കഴിയില്ല. തൊട്ടപ്പുറത്ത് പ്രതിഷേധ മാർച്ചിൻ്റെ ശബ്ദം നമുക്ക് പശ്ചാത്തലത്തിൽ തന്നെ കേൾക്കുന്നുണ്ട്. അപ്പുറം ഒരു പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത്. അതിനു മുന്നിലേക്ക് അവിടേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പിതാവ്. ഇന്ത്യൻ യൂണിയൻ ദളിത് ലീഗിൻ്റെ പ്രതിഷേധ മാർച്ചായിരുന്നു അവിടെ. അതുവഴി ഇപ്പോൾ പിതാവ് രാജൻ കടന്നു പോവുകയാണ്. സഹിക്കാൻ പറ്റില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രമേൽ ഹൃദയഭേദകമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.